ഹായ് ഓൾ, ജിനൂസ് അക്കാഡമിയുടെ ഒരു അടിപൊളി റീഡിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഞാൻ അടിപൊളി എന്ന് പറഞ്ഞതല്ലേ? തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ OET പഠിക്കുന്ന കുട്ടികൾ സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? OET റീഡിംഗ് ടിപ്സും അതുപോലെ തന്നെ OET ലിസണിങ് ടിപ്സാണ്. അതുകൊണ്ട് തന്നെയാണ് ജിനൂസ് അക്കാഡമി ഇത്രത്തോളം ടിപ്സ് വാരിക്കോരി സ്റ്റുഡൻസിന് കൊടുക്കുന്നത്. അപ്പം ഇന്ന് അത്തരത്തിലുള്ള ഒരു ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും നേഴ്സുമാരാണല്ലേ? സയൻസുമായിട്ട് വളരെയധികം ആത്മബന്ധമുള്ളവരാണ് നമ്മളല്ലേ? സയൻസ് ഇല്ലാതെ നേഴ്സ് ഇല്ല. കാരണം ഈ സയൻസ് പഠിക്കാതെ നമുക്ക് നേഴ്സിംഗ് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ OET റീഡിങ്ങിന് ഈ സയൻസിന് ഒരു ചെറിയൊരു കണക്ഷൻ ഉണ്ട്. എവിടെ കൊണ്ടാന്ന് പറയട്ടെ? OET റീഡിങ്ങിന്റെ പാർട്ട് എ. ഓക്കെ, അപ്പം നിങ്ങൾ വിചാരിക്കും OET റീഡിങ്ങിന്റെ പാർട്ട് എയും സയൻസും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. ഒരു ബന്ധമുണ്ട്. അപ്പം ആ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. കാരണം OET റീഡിംഗ് പാർട്ട് എയിൽ സ്കിമ്മിങ്ങും അതുപോലെ തന്നെ സ്കാനിങ്ങും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോഴും പല സ്റ്റുഡൻസിനും എന്താണ് സ്കിമ്മിങ്, എന്താണ് സ്കാനിങ്, ഇത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് സ്കിമ്മിങ് എങ്ങനെ ചെയ്യാം. സ്കിമ്മിങ്ങിന്റെ ഒരു ഗോൾഡൻ ഫോർമുല ഉണ്ട്. അപ്പം ആ ഒരു ഫോർമുലയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു തരുന്നത്. അതിനെയാണ് നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നത്. അതായത് സ്കിമ്മിങ്ങിന്റെ ഗോൾഡൻ ഫോർമുലയാണ് നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ടെക്നിക്ക് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ? ശ്രദ്ധിക്കാം, നമ്മളിന്ന് റീഡിങ്ങിൻ്റെ പാർട്ട് എയുമായി ബന്ധപ്പെട്ട് ഒരു ടോപ്പിക്കാണ് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെയധികം പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒരു ഭാഗമാണ് ഇന്ന് ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ആ ഒരു ടോപ്പിക്ക്. ആദ്യം എനിക്ക് പറയാനുള്ളത്, റീഡിങ്ങിൻ്റെ പാർട്ട് എ എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ വരുന്ന രണ്ട് ടേംസ് ആണ്. ഒന്ന് സ്കിമ്മിങ്ങും പിന്നെ സ്കാനിങ്ങും. അപ്പം സ്കിമ്മിങ് എന്താണ്, സ്കാനിങ് എന്താണ്, കുറച്ച് പേർക്കൊക്കെ അറിയാം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ സ്കിമ്മിങ്ങുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. ഈ സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ എന്താണ് ഇത്ര പ്രാധാന്യം അല്ലേ? ഞാൻ പറഞ്ഞായിരുന്നു റീഡിങ്ങിൻ്റെ പാർട്ട് ഈസ് ഫുൾ ഓഫ് സ്കിമ്മിങ്ങും സ്കാനിങ്ങുമാണ്. ജസ്റ്റ് ഒരു ഇൻട്രോ പറയുകയാണെങ്കിൽ സ്കിമ്മിങ് എന്ന് പറയുമ്പം ടെക്സ്റ്റ് ABCയുടെ സമ്മറി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ അല്ലേ സ്കിമ്മിങ് എന്നുള്ള ടേം ഉപയോഗിക്കുക. സ്കാനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദ്യം വായിച്ചിട്ട് അതിന് കറക്റ്റായിട്ടുള്ള ഉത്തരം ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് സ്കാനിങ് എന്ന് പറയുക. അപ്പോൾ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്കിമ്മിങ്ങിൻ്റെ സ്കില്ലും വേണം, സ്കാനിങ്ങിൻ്റെ സ്കില്ലും വേണം. രണ്ട് സ്കില്ലും വേണം. പലപ്പോഴും സ്റ്റുഡൻസിന് സ്കാനിങ്ങിൻ്റെ സ്കില്ലുണ്ട്, സ്കിമ്മിങ്ങിൻ്റെ സ്കില്ലില്ല. അതാണ് ഈ ഒരു വീഡിയോയിലേക്ക് നയിക്കാൻ ഒരു കാരണം. അപ്പം തുടക്കം പാളി കഴിഞ്ഞാൽ പോകാൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? തുടക്കം പാളിയാൽ തീർന്നു. അപ്പോൾ ഈ പാർട്ട് എയിൽ തുടക്കം എന്താണെന്ന് ചോദിച്ചാൽ സ്കിമ്മിങ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, റീഡിങ്ങിൻ്റെ എക്സാം 15 മിനിറ്റ് മാത്രമാണുള്ളത്. ഓൺലി 15 മിനിറ്റ്സ്. ഞാനിവിടെ ഓൺലി എന്ന് പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് പോലും കിട്ടത്തില്ല. അതാണ് വസ്തുത. ഒരു സെക്കൻഡ് പോലും കിട്ടില്ല എന്ന് പറയാൻ കാരണം വെച്ചാൽ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യും, പേപ്പർ കൊണ്ടുപോകും. 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് എക്സ്ട്രാ ടൈം കിട്ടത്തില്ല. കൃത്യസമയത്ത് ഒരു പേപ്പർ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ടൈം ഒരു പ്രശ്നം തന്നെയാണ്. ടൈം മാനേജ്മെൻ്റ് ആണ് റീഡിങ്ങിൻ്റെ പാർട്ടിയിൽ പ്രധാനപ്പെട്ടൊരു ഘടകം. അതിൽ തന്നെ നമ്മളത് ഒന്നും കൂടെ സ്പ്ലിറ്റ് ചെയ്യുവാണെങ്കിൽ 2.5 മിനിറ്റ്, 15 മിനിറ്റിൽ 2.5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, സ്കിം ചെയ്യണം എന്നാണ് ഞാൻ പറയാം. സ്കിം ചെയ്യണം. അപ്പോൾ പലപ്പോഴും ഈ ഒരു ടേം നിങ്ങൾക്ക് അറിയാം, സ്കിമ്മിങ് എന്താണെന്ന് എല്ലാവർക്കും ഒരു പരിധിവരെ എല്ലാവർക്കും OETയുമായി ബന്ധപ്പെട്ട, OET എന്നല്ല റീഡിങ്ങുമായി ബന്ധപ്പെട്ട് സ്കിമ്മിങ് എന്നുള്ളൊരു രീതി കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഒരു മെത്തേഡാണ്. അത് നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും കേട്ടെങ്കിലും കാണും സ്കിമ്മിങ്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആധികാരികമായിട്ട് സ്കിമ്മിങ്ങിനെ കുറിച്ചും നിങ്ങൾക്ക് പെട്ടെന്ന് സ്കിമ്മിങ് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ഫോർമുലയായിട്ടാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ ഫോർമുല ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം സെറ്റാണ്. നമുക്ക് നോക്കാം. ആക്ച്വലി ആദ്യം തന്നെ എനിക്ക് സ്കിമ്മിങ്ങിലേക്ക് ഞാൻ വരാം. സ്കിമ്മിങ് ആക്ച്വലി എന്താണ് സ്കിമ്മിങ് എന്നൊരു ഇൻട്രൊഡക്ഷൻ തരാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്, റീഡിങ്ങിൻ്റെ എക്സാം 15 മിനിറ്റാണ് ടോട്ടൽ ഉള്ളത്. അതിൽ 2.5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ടെക്സ്റ്റ് A, ടെക്സ്റ്റ് B, ടെക്സ്റ്റ് C, ടെക്സ്റ്റ് D സ്കിം ചെയ്യണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റ് ABCD എന്താണെന്ന് നമ്മൾ ക്വിക്കായിട്ട് മനസ്സിലാക്കണം. അതാണ് സ്കിമ്മിങ്. അതിൽ തന്നെ ആ സ്കിമ്മിങ് പാളിപ്പോയ പ്രശ്നമാണ്. കാരണം നമുക്ക് കൃത്യമായിട്ട് സ്കിമ്മിങ് ചെയ്തിട്ട് എന്താണ് ടെക്സ്റ്റ് ABCD എന്ന് അറിയില്ലെങ്കിൽ ഓഫ് കോഴ്സ് സ്കാനിങ്ങിൽ പാളും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ടെക്സ്റ്റ് A എന്താണ്, ഡിസീസ് കണ്ടീഷനെ കുറിച്ചാണോ, അതിൽ മെഡിസിനെ കുറിച്ചുണ്ടോ, എന്താ B എന്താണ്, മാനേജ്മെൻ്റ് ആണോ, C എന്താണ് സംതിങ് ഒന്നും ഓർമ്മയില്ലെങ്കിൽ ആകെ പാനിക്കാവും. നമ്മുടെ സമയം വെറുതെ പോവും. നമുക്ക് ടെക്സ്റ്റ് ABCഡിനെ കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടാവണ്ടേ? അതാണ് സ്കിമ്മിങ്. അപ്പോൾ സ്കിമ്മിങ് എഫിഷ്യൻ്റ് ആവണമെങ്കിൽ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. സ്കിമ്മിങ്ങിൻ്റെ ഡെഫിനേഷൻ പറയാൻ വേണ്ടി പോവാണ്. സ്കിമ്മിങ് ഈസ്
യൂസ് ടു ബിക്കം ഫെമിലിയർ വിത്ത് എ ടെക്സ്റ്റ് യു ഹാവ് നോട്ട് യെറ്റ് റെഡ്. അതായത് ലൈക്ക് നിങ്ങൾ ഇതുവരെ റീഡ് ചെയ്യാത്ത ഒരു ടെക്സ്റ്റിനെ കുറിച്ച് അതിൻ്റെ കാര്യം എന്താണെന്ന് ഫെമിലിയർ ആകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് സ്കിമ്മിങ്. നമ്മൾ ഇതുവരെ കാണാൻ പാടില്ല, ഫ്രഷ് ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ OET എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ ഇതുവരെ കാണാത്തൊരു മെറ്റീരിയൽ ആയിരിക്കും വരുന്നത് അല്ലേ. ആ മെറ്റീരിയൽ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്, റീഡിംഗ് മെത്തേഡാണ് സ്കിമ്മിങ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്തത് അല്ലെങ്കിൽ ഇതുവരെ വായിക്കാത്തത്, ഇൻ ദ സെൻസ് റീഡ് എന്ന് വെച്ചാൽ ഇതുവരെ വായിക്കാത്തത് ആയിട്ടുള്ള ടെക്സ്റ്റ്. അപ്പം പുതുതായിട്ടൊരു കാര്യം കാണുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ മനസ്സിൽ പല രീതിയിൽ ഇത് എന്താ സാധനം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ OET എക്സാമിന് പോയി ടോപ്പിക്ക് ഇപ്പം നിങ്ങൾ കേട്ടുകളിവില്ലാത്തൊരു ഡിസീസ് കണ്ടീഷനാണെന്ന് വിചാരിച്ചോളൂ. അപ്പം പുതുതായിട്ട് കേൾക്കുവാണ്, ഈ ഒന്ന് ആലോചിച്ച് നോക്കുക അവസ്ഥ. നമ്മൾ കുറച്ച് അറിയുന്ന എന്തെങ്കിലും മലേറിയ അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അറിയാത്തൊരു ടൈമൊക്കെ ആണെങ്കിലുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് പാനിക്കാവും അല്ലേ. പക്ഷെ അവിടെ പാനിക്കാവാൻ പാടില്ല നമ്മൾ. കാരണം ഈ സ്കിമ്മിങ് അതിനാണ്. സ്കിമ്മിങ് നമുക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മളിത് വായിക്കാത്ത കേട്ടുകേൾവില്ലാത്ത കാണാത്ത ഒരു എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എന്തോ ആയിക്കോട്ടെ, അതിനെ നമുക്ക് ഫെമിലിയർ ആക്കാൻ വേണ്ടിയിട്ടാണ് സ്കിമ്മിങ് ഉപയോഗിക്കുന്നത്. പലപ്പോഴും സ്റ്റുഡൻസിന് ഇത് അറിയത്തില്ല, അതുകൊണ്ടാണ് സ്കിമ്മിങ് കൃത്യമായി ചെയ്യാത്തത്. ഇപ്പം ഞാൻ സാധാരണഗതിയിൽ സ്കിമ്മിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് സ്കിമ്മിങ്ങും ഒരു ഫിലിമിൻ്റെ ട്രെയിലറുമായിട്ട് ഞാൻ കണക്ട് ചെയ്യാറുണ്ട്. നമുക്കറിയാം ഒരു പുതിയൊരു ഫിലിം ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ട്രെയിലർ വരിക. ആ ട്രെയിലർ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോൾ 3 മണിക്കൂറിൻ്റെ ഫിലിമിൻ്റെ ട്രെയിലർ 1 മിനിറ്റോ 2 മിനിറ്റോ 3 മിനിറ്റോ ആയിരിക്കും. അത് മാത്രമല്ല ആ ട്രെയിലറിൽ ആക്ച്വലി നമുക്ക് ഫിലിമിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും കിട്ടുമോ? കിട്ടത്തില്ല. ഇപ്പോൾ ക്ലൈമാക്സ് എന്തായാലും കൊടുക്കത്തില്ല ട്രെയിലറിൽ, ഉറപ്പല്ലേ. അത് കൊടുത്തു കഴിഞ്ഞാൽ ആരും ഫിലിം കാണാൻ പോകത്തില്ല. അപ്പോൾ അതേ അവസ്ഥയിലാണ് സ്കിമ്മിങ്ങും. പുതുതായിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത, കേൾക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമ്മൾ കേട്ടിട്ടില്ലാത്ത, അറിയാത്ത ഒരു കാര്യത്തെ ഫെമിലിയർ ആക്കുന്ന ഒരു പ്രോസസ്സാണ് സ്കിമ്മിങ്. അപ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് ആ ഫിലിമിനെ കുറിച്ച് ഒരു ചെറിയൊരു ഐഡിയ കിട്ടും, ഓവറോൾ ഐഡിയ കിട്ടും. എന്താണ്, ആരൊക്കെ അഭിനയിക്കുന്നുണ്ട്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്താണ്, ഹൊറർ മൂവിയാണോ കോമഡിയാണോ, സംതിങ് ലൈക്ക് ദാറ്റ്. അതേപോലെ തന്നെയാണ് സ്കിമ്മിങ്ങും. ചുരുങ്ങിയ സമയം കൊണ്ട് ടെക്സ്റ്റ് ABCയുടെ സമ്മറി മനസ്സിലാക്കാൻ. അപ്പോൾ ഞാൻ ഈ സ്കിമ്മിങ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഒരു ഡെഫിനിഷൻ എൻ്റെതായ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക, ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ വായിക്കുകയും ചെയ്യണം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരിക്കലും സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ സ്കിമ്മിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കാര്യം നിങ്ങൾ എടുക്കണം. ഞാൻ സാധാരണ എല്ലാ കാര്യങ്ങളെയും വളരെയധികം ലൈറ്റായിട്ട് കാണുന്നത് സെൻസ് ഒരു എന്താ പറയുക, ഒരു തമാശ പോലെ അല്ലെങ്കിൽ നമ്മൾ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് കാണുന്ന ഒരാളാണ്. കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇൻട്രസ്റ്റിങ്ങോടുകൂടെ കാര്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. പലപ്പോഴും റീഡിങ്ങിൻ്റെ പാർട്ടിയെ ഞാൻ സാധാരണ ഒരു ഗെയിം പോലെ കാണാറുണ്ട്. ഗെയിം പോലെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജിക്സോ പസിൽ ഉണ്ട്. ജിക്സോ പസിൽ നമ്മൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ കളിക്കുന്ന ഒരു പസിലാണ് ജിക്സോ പസിൽ. ഈ പസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് റീഡിങ്ങിൻ്റെ പാർട്ടിയിലെ സെൻറ്റൻസ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, കറക്റ്റായ വേർഡ് ഫിറ്റ് ചെയ്തിട്ട് ലൈക്ക് സംതിങ് അല്ലെ, വിട്ട ഭാഗം പൂരിപ്പിക്കുക. നമ്മൾ ചിലപ്പോൾ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ജിക്സോ പസിൽസ് ഒക്കെ ആണെങ്കിൽ അതിൽ ക്രോസ് വേർഡ്സ് അതൊക്കെ അതേപോലെയാണ് നമ്മൾ സിനോണിംസ് കണ്ടുപിടിക്കുന്നത്. അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്രോസ് വേർഡിൽ നമ്മൾ ചെയ്യുന്ന പോലെയാണ്, വേർഡ്സിൽ കണ്ടുപിടിക്കുന്ന പോലെയാണ് പാർട്ട് എയിലൊക്കെ നമ്മൾ ഒരുപാട് വേർഡ്സ് കണ്ടുപിടിക്കുന്നത്, ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി കീവേഡ് എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഫുൾ ഓഫ് ഗെയിം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. കാരണം ടൈമും ഉണ്ട് കണ്ടോ, 15 മിനിറ്റിൽ തീർക്കണം. ഗെയിമൊക്കെ അങ്ങനെയാണല്ലോ. ഒരു ഗെയിം എന്നൊക്കെ നമ്മളിപ്പോൾ ഇപ്പോൾ മൊബൈലിൽ കളിക്കുന്ന ഗെയിം ആണെങ്കിൽ പോലും നമുക്ക് ടൈം ലിമിറ്റുള്ളിൽ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കിമ്മിങ്ങിനെ ഞാനൊരു ഗെയിം പോലെ ആക്കാൻ വേണ്ടി പോവാണ്. നോക്കിക്കോളൂ, സ്കിമ്മിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: സ്പീഡിൽ കീവേഡ്സ് ഇൻട്രസ്റ്റോടെ മാർക്ക് ചെയ്ത് മെമ്മറൈസ് ആക്കുന്ന ഇൻ്റലിജൻറ്റ് ന്യൂ ഗെയിമാണ് സ്കിമ്മിങ്. ഒന്നും കൂടെ ഞാൻ വായിക്കാം, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക. സ്പീഡിൽ കീവേഡ്സ് ഇൻട്രസ്റ്റോടെ മാർക്ക് ചെയ്ത് മെമ്മറൈസ് ആക്കുന്ന ഇൻ്റലിജൻറ്റ് ന്യൂ ഗെയിം. നിങ്ങൾ നോക്ക്, സ്കിമ്മിങ് ആയില്ലേ കേട്ടോ. ഇത്രയുള്ള പരിപാടി കഴിഞ്ഞു, സ്കിമ്മിങ് കഴിഞ്ഞു അല്ലേ. ഓക്കെ, അപ്പം ഞാനത് ഓരോ ടേമും ഞാൻ എടുത്ത് പറയാം. ഞാൻ ആക്ച്വലി ഈ ഒരു ലൈക്ക് ഡെഫിനിഷൻ കൊടുക്കാൻ വളരെ വ്യക്തമായിട്ടൊരു കാരണമുണ്ട്. സ്പീഡിൽ കീവേഡ്സ്, അവിടെ സ്പീഡ് എന്നുള്ള വേർഡ് വളരെ ശ്രദ്ധിക്കണം. സ്കിമ്മിങ് ചെയ്യുന്ന സമയത്ത് പല സ്റ്റുഡൻസും മെല്ലെയാണ് വായിക്കുന്നത്, സ്ലോ ആയിട്ട്. അത് ചെയ്യരുത്. സ്കിമ്മിങ് സ്പീഡ് ചെയ്യണം. കീവേഡ്സ്, അപ്പം അതിനെക്കുറിച്ച് ഞാൻ വരുന്നുണ്ട് കേട്ടോ. സ്കിമ്മിങ്ങിന് ഞാൻ വേറൊരു ഇതെല്ലാം ഗോൾഡൻ ഫോമിൽ വരാൻ കിടക്കുന്നുള്ളൂ. ഇത് തുടക്കം മാത്രമേ ഉള്ളൂ. നോക്കിക്കോളാം. കീവേഡ്സ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അവിടെ നിൽക്കട്ടെ. കീവേഡ്സ് പറയുമ്പോൾ പല ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കിം ചെയ്യുന്ന സമയത്ത് എല്ലാ വാക്കുകളൊന്നും വായിക്കുന്നില്ല അല്ലേ. നമ്മൾ വായിക്കുന്ന വാക്കുകൾ കീവേഡ് ആയി കഴിഞ്ഞാൽ നല്ല മാർക്ക് കിട്ടും നമുക്ക്. അതിനുള്ള ടെക്നിക്ക് പറഞ്ഞുതരാം, അതിനുള്ള ഗോൾഡൻ ഫോമിൽ പറഞ്ഞുതരാം. ഇൻട്രസ്റ്റോടെ, ഇൻട്രസ്റ്റ് വേണം. പല സ്റ്റുഡൻസും OET എക്സാം എഴുതുന്നത് ഒരു ഇൻട്രസ്റ്റും ഇല്ലാതെയാണ്. ഇൻട്രസ്റ്റോടുകൂടെ നിങ്ങൾ എക്സാം എഴുതണം. നിങ്ങൾ ഹായ് എക്സാം എന്നുള്ള രീതിയിൽ കടന്നു പറഞ്ഞു. അല്ലാതെ എനിക്ക് OET എക്സാം എന്നല്ല, ഹായ് എനിക്കൊരു എക്സാം കൂടെ എഴുതാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റ്, ഒരു പോസിറ്റീവ് മനോഭാവത്തോടെ നിങ്ങൾ എക്സാം എഴുതാൻ ഒരു ഗെയിമിൻ്റെ ലാഭം കൊടുത്താൽ മതി. പലപ്പോഴും ഈ OET എക്സാമിനെ സ്റ്റുഡൻസ് അപ്രോച്ച് ചെയ്യുന്നത് വലിയ ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് പോലെയാണ്.
നിങ്ങൾ ലൈക്ക് കാണാറുള്ളത്. അങ്ങനെ ചെയ്യരുത്. ഏതൊരു കാര്യത്തെ നമ്മൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് മാസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളതിനെ കീഴടക്കണം. കോൺകർ ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് വേണം. അപ്പോൾ സ്പീഡിൽ കീവേഡ്സ് ഇൻട്രസ്റ്റോടെ മാർക്ക് ചെയ്ത് അതുകൊണ്ടോ മാർക്ക് എന്ന് വെച്ചാൽ നമ്മൾ സ്കിം ചെയ്യുന്ന സമയത്ത് നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് അണ്ടർലൈനൊക്കെ ചെയ്യണം. ചിലപ്പോൾ വട്ടോട്ട് വെക്കാം, അലൗഡാണ് OET-യിൽ അണ്ടർലൈൻ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സ്പീഡിൽ കീവേഡ്സ് ഇൻട്രസ്റ്റോടെ മാർക്ക് ചെയ്ത് മെമ്മറൈസ് ആക്കണം. പലപ്പോഴും അത് കാണുന്നില്ല, ആൾക്കാർ മെമ്മറൈസ് ചെയ്യുന്നില്ല, സ്റ്റുഡൻസ് മെമ്മറൈസ് ചെയ്യുന്നില്ല. എങ്ങനെ മെമ്മറൈസ് ചെയ്യുക? അപ്പോൾ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കണം, ഓർഗനൈസ് ചെയ്യണം. അത് കറക്റ്റായിട്ട് അടുക്കും ചിട്ടോടുകൂടി നമ്മുടെ മനസ്സിൽ അത് സേവ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഓർക്കാൻ പറ്റത്തുള്ളൂ, റീകോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെമ്മറൈസ് ആക്കുന്ന ഇന്റലിജന്റ് ന്യൂ ഗെയിം, ഒരു പുതിയ ഗെയിമാണ്, അതുകൊണ്ടാണ് ന്യൂ ഗെയിം കൊടുത്തത്. ഇന്റലിജന്റ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ബുദ്ധിയും കൂടെ ഒന്ന് വർക്ക് ചെയ്യണം. അപ്പോൾ ഇനി ആരെങ്കിലും ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡെഫിനേഷൻ വേഗം പറഞ്ഞാൽ മതി. സ്പീഡിൽ കീവേഡ്സ് ഇൻട്രസ്റ്റോടെ മാർക്ക് ചെയ്ത് മെമ്മറൈസ് ആക്കുന്ന ഇന്റലിജന്റ് ന്യൂ ഗെയിമാണ് സ്കിമ്മിങ്. കണ്ടോ? ഇങ്ങനത്തെ നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്കിമ്മിങ്ങിൻ്റെ ഡെഫിനേഷൻ. ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേഗം കയറി പറയാം കേട്ടോ, എഴുതി പഠിക്കുക. ഓക്കെ, ഇനി ഇതൊന്നും അല്ല ആക്ച്വലി ഫോർമുല. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ഫോർമുല പറയാൻ വേണ്ടി പോകുമായിരുന്നു അല്ലേ. അപ്പോൾ നമ്മുടെ ഫോർമുല ഇതാണ്. അപ്പോൾ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കിമ്മിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഡെഫിനേഷൻ കഴിഞ്ഞു. ഇനി നോക്കുക ഇതിൻ്റെ ഫോർമുല. അപ്പം ഞാനിനി പറയാൻ പോകുന്ന ഫോർമുല വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം OET എഴുതുന്ന എല്ലാവരും മെഡിക്കൽ പ്രൊഫഷൻസ് ആണ്. സയൻസ് എല്ലാവർക്കും അറിയാം. സ്കിമ്മിങ്ങിൽ ഒരു സയൻസ് ഉണ്ട്, അല്ലെങ്കിൽ സയൻസ് ഓഫ് സ്കിമ്മിങ്, അങ്ങനെ പറയാം, സയൻസ് ഓഫ് സ്കിമ്മിങ്. അപ്പോൾ നിങ്ങൾ പഠിക്കാത്തൊരു സയൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ നഴ്സിംഗ് കോളേജിലോ നിങ്ങൾ ഡോക്ടറാണെങ്കിൽ എവിടെ നിങ്ങൾ ഒരു മെഡിക്കൽ കോളേജിൽ ഒന്നും പഠിക്കാത്ത ഒരു സയൻസാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എന്താ നിങ്ങൾ പഠിക്കാത്ത സയൻസ്, അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻസ് പഠിക്കാത്ത സയൻസ് എന്താണെന്ന് അല്ലേ നോക്കാം കേട്ടോ. സയൻസ് നിങ്ങൾ പറഞ്ഞാൽ ആക്ച്വലി ഞാനൊരു എഞ്ചിനീയറിംഗ് ഫീൽഡുള്ള ആളാണ് ആക്ച്വലി, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. എനിവേസ്, അപ്പം നിങ്ങൾ അറിയാത്തൊരു സയൻസ് ഞാൻ പഠിപ്പിച്ചു തരാം നിങ്ങൾക്ക്. ഈ സയൻസ് മതി നിങ്ങൾക്ക് OET പാസ്സാകാൻ കേട്ടോ. ഈ സയൻസ് പഠിച്ചിരിക്കണം. ഈ സയൻസ് പഠിക്കാതെ നിങ്ങൾ മെഡിക്കൽ നോളജിലെ സയൻസ് വെച്ചിട്ട് ഒരു കാര്യമില്ല, OET പാസ്സാകത്തില്ല. മനസ്സിലായോ? അപ്പം ഈ സയൻസ് നിങ്ങൾ പഠിച്ചു വെക്കണം. എന്താണ് ആ സയൻസ്? അപ്പോൾ നിങ്ങൾ സ്കിം ചെയ്ത സമയത്ത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും, എല്ലാ കാര്യങ്ങളും വായിക്കാൻ പറ്റത്തില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾ വായിക്കണം. ഞാൻ എന്താ ഡെഫിനിഷൻ പറയുന്നത്? സ്പീഡിൽ കീവേഡ്സ് ഇൻട്രസ്റ്റോടെ. അപ്പോൾ സ്പീഡ് എന്ന് പറയുമ്പോൾ 2.5 മിനിറ്റ് കൊണ്ട് നമ്മൾ സ്കിം ചെയ്യണം എന്നാണ് പറയുക. 2.5 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് 2.5 മിനിറ്റ് കൊണ്ട് സ്കിം ചെയ്യണം, സ്പീഡിൽ ചെയ്യണം. അപ്പോൾ എല്ലാം വായിക്കാൻ പറ്റുമോ? എല്ലാം വായിച്ചു കഴിഞ്ഞാൽ 15 മിനിറ്റ് എടുക്കും മൊത്തം വായിക്കാൻ അല്ലേ. എല്ലാം വായിക്കാനൊന്നും പറ്റത്തില്ല. അപ്പം എന്തൊക്കെയാണ് വായിക്കേണ്ടത്? സയൻസ് അറിഞ്ഞാൽ മതി. സയൻസ് വായിക്കണം. എന്താ സയൻസ്? സ്ക്രീനിലേക്ക് നോക്കിക്കോളൂ. സ്റ്റാർട്ടിംഗ് വേർഡ് ഓഫ് എ ടെക്സ്റ്റ് വായിക്കണം, കോളം ഹെഡിങ് വായിക്കണം, ഇൻട്രോ സെൻറ്റൻസ് വായിക്കണം, എംബ്ലം വായിക്കണം, നമ്പേഴ്സ് വായിക്കണം, ക്യാപിറ്റൽസ് വായിക്കണം, എസെൻഷ്യൽ വേർഡ്സ് വായിക്കണം. ഇതാണ് സയൻസ് ഓഫ് സ്കിമ്മിങ്. ഇനി ഒരിക്കലും മറക്കരുത്. അപ്പോൾ OET പാസ്സാവാൻ സയൻസ് പഠിക്കണം. ഏത് സയൻസ്? സയൻസ് ഓഫ് സ്കിമ്മിങ്ങിലെ സയൻസ്. അപ്പോൾ എല്ലാവരും പഠിക്കണം കേട്ടോ സയൻസ്. ഇനി ഞാൻ ഓരോന്ന് എക്സാമ്പിൾസ് ആയിരുന്നു കാണിച്ചു തരാം. സ്ക്രീനിലേക്ക് നോക്കുക. ആദ്യം തന്നെ സയൻസിൻ്റെ ആദ്യത്തെ എസ് എടുത്തോളൂ. സ്റ്റാർട്ടിംഗ് വേർഡ് ഓഫ് എ ടെക്സ്റ്റ്. സ്കിം ചെയ്ത സമയത്ത് നമ്മൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലുള്ള എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർട്ടിംഗ് വേർഡ് ഓഫ് എ ടെക്സ്റ്റ്. സ്ക്രീനിലേക്ക് നോക്കുക നിങ്ങൾ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ടൊരു മെറ്റീരിയൽ എടുത്തുന്നുള്ളൂ. ഏതൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, നോക്കിക്കോളൂ. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് വേർഡ് ഓഫ് എ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡിങ്ങിനെയാണ്. അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാൽ ടെക്സ്റ്റ് ചെയ്യൽ കണ്ടില്ലേ, അവിടെ ഫ്രാക്ചേഴ്സ്, അത് സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസ്ലൊക്കേഷൻ, അതൊരു ഹെഡിങ് ആയതുകൊണ്ട് നമുക്ക് ആ ഹെഡിങ്സ് എല്ലാം എടുക്കാം. ടെക്സ്റ്റ് ബി നോക്കിയാൽ സിമ്പിൾ ഫ്രാക്ചർ ഓഫ് ലിംസ്, അത് സ്റ്റാർട്ടിംഗ് വേർഡ് ഓഫ് എ ടെക്സ്റ്റ് ആണ്. അതുകൂടാതെ ആ ഹെഡിങ് ഞാൻ ഉദ്ദേശിച്ചത് ഇമ്മീഡിയറ്റ് മാനേജ്മെൻറ്റ്, ക്ലിനിക്കൽ അസസ്മെൻറ്റ്, മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഹെഡിങ്സ് ആണല്ലോ. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റാർട്ടിംഗ് വേർഡ് ഓഫ് എ ടെക്സ്റ്റ് അത് ഹെഡിങ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ലൈക്ക് ആദ്യത്തെ സെൻറ്റൻസിൻ്റെ അല്ലേ സംതിങ്. അപ്പോൾ നമ്മൾ ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് വേർഡ് ഓഫ് എ ലൈക്ക് ടെക്സ്റ്റ് ആണ് നമ്മൾ ആദ്യം നമ്മൾ സ്കിം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടെക്സ്റ്റ് എ എടുക്കുക. നിങ്ങൾ അതിൻ്റെ സ്റ്റാർട്ടിംഗ് വേർഡ് ഓഫ് എ ടെക്സ്റ്റ് എന്ത് ചെയ്യുക, ലൈക്ക് സ്കിം ചെയ്യുക. അത് അണ്ടർലൈനൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ വായിക്കുക. ഇനി നിങ്ങൾ അടുത്തത് സി നോക്കിക്കേ, കോളം ഹെഡിങ്. അപ്പോൾ കോളം ഹെഡിങ് എന്താ ഉദ്ദേശിച്ചത് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റ് ഒക്കെ സ്കിം ചെയ്യുന്ന സമയത്ത് കോളം വരും. ഇന്നത്തെ മെറ്റീരിയൽ ടെക്സ്റ്റ് സി കണ്ടോ, കോളം വന്നുണ്ടോ, ടെക്സ്റ്റ് സി കണ്ടോ, കോളം. അപ്പോൾ കോളത്തിൻ്റെ ഹെഡിങ് നിങ്ങൾ സ്കിം ചെയ്യണം, നിർബന്ധമാണ്. കോളത്തിൻ്റെ ഹെഡിങ് എന്തൊക്കെയാണ്? മെറ്റീരിയൽ നോക്കിക്കേ, ഡ്രഗ് അത് വായിക്കണം, ഫോം വായിക്കണം, സ്ട്രെങ്ത് വായിക്കണം, റൂട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ വായിക്കണം, റെക്കമെൻഡ് ഡോസേജ് വായിക്കണം, ഡ്യൂറേഷൻ വായിക്കണം. ഇത് വായിച്ചാൽ മാത്രം പോലും, നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക കേട്ടോ, ബൈഹാർട്ട്. കാരണം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു മെമ്മറൈസ് ആക്കുന്ന, മറക്കരുത്, സ്പീഡിൽ കീവേഡ്സ് ഇൻട്രസ്റ്റോടെ മാർക്ക് ചെയ്ത് മെമ്മറൈസ് ആക്കുന്ന ഇന്റലിജന്റ് ന്യൂ ഗെയിം, അതാണ് സ്കിമ്മിങ്. ദാറ്റ് മീൻസ് മെമ്മറൈസ് ആക്കട്ടോ.
ഓക്കെ, ഇനി അപ്പോൾ എസ് സയൻസിൻ്റെ എസ് പഠിപ്പിച്ചു, സി പഠിപ്പിച്ചു. പിന്നെ അടുത്തത് ഐ ആണ് ഇൻട്രോ സെൻറ്റൻസ്. അതെന്താ ഇൻട്രോ സെൻറ്റൻസ്? ഓരോ സെൻറ്റൻസിൻ്റെയും ആദ്യത്തെ, അതായത് നമ്മൾ ഫസ്റ്റത്തെ ഒരു ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് അങ്ങ് വായിച്ചേക്കുക നിങ്ങൾ. ഇപ്പോൾ പാരഗ്രാഫൊക്കെ ആണെങ്കിലേ ആദ്യത്തെ സെൻറ്റൻസ് എന്തായാലും വായിക്കണം. അതിന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കൂടുതലാണ്. മനസ്സിലായോ? ആദ്യത്തെ സെൻറ്റൻസ്. അത് മാത്രമല്ല പാരഗ്രാഫ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സെൻറ്റൻസ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഇൻട്രോ സെൻറ്റൻസ് വായിക്കണം പാരഗ്രാഫൊക്കെ ആണെങ്കിൽ. പാരഗ്രാഫ് മാത്രമല്ല, നിങ്ങൾ എല്ലാ ടെക്സ്റ്റിൻ്റെ ആദ്യത്തെ സെൻറ്റൻസ് അങ്ങ് വായിച്ചേക്കിട് കേട്ടോ. ദെൻ അടുത്തത് ഇൻട്രോ സെൻറ്റൻസ് കഴിഞ്ഞ ശേഷം നമുക്ക് എംബ്ലം. എന്താണ് എംബ്ലം? എംബ്ലം നിങ്ങൾ കാണിച്ചത് നിങ്ങൾക്ക്. അതെന്താ എംബ്ലം? എംബ്ലം ടെക്സ്റ്റ് സീൽ താഴെ കണ്ടോ? ടെക്സ്റ്റ് ടേബിളിൻ്റെ താഴെ കണ്ടോ? സിമ്പിൾസ് ആണ് ഉദ്ദേശിച്ചത്. എംബ്ലം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ചിഹ്നം കണ്ടില്ല നിങ്ങൾ? ആ 70 yearsൻ്റെ ലെഫ്റ്റിൽ കണ്ടോ? ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു, അതൊരു എംബ്ലം ആണ് കേട്ടോ. ഇനി ചിലപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു വരാം, സംതിങ്. അപ്പോൾ എംബ്ലം സിമ്പിൾസ് കണ്ടാൽ അത് വായിക്കണം. കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നോക്കാം, ഇനി നമ്പേഴ്സ് ആണ്. നമ്പേഴ്സ്. ഇപ്പോൾ നമ്പേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പേഴ്സ് വന്നാൽ എന്തായാലും നിങ്ങൾ വായിക്കണം. അത് ഇപ്പോൾ ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടോ? 70 നമ്പറാണ്, 70 years 70 നമ്പറാണ്. പിന്നെ കുറേ ഡോസ് ഉണ്ട്, 10 mg 10ൻ്റെ നമ്പർ ഉണ്ട് അല്ലേ? ടെക്സ്റ്റ് സീൽ കണ്ടില്ലേ? 10 mgൻ്റെ അവിടെ 10 ഉണ്ടല്ലേ? പിന്നെ നമുക്ക് ടെക്സ്റ്റ് ഡിയിലേക്ക് ഒന്ന് നോക്കി നോക്കിയേ, 50% അവിടെ പെർസെൻറ്റ് ചില ചിഹ്ന സിമ്പിൾ എംബ്ലത്തിൽ വരുവേ. പിന്നെ 50 എന്നുള്ളത് വായിക്കുക. അതൊക്കെ നമ്പറാണ്. 2 to 3 centimeter ഉണ്ടോ? ഒക്കെ നമ്പറാണ്. നമ്പേഴ്സ് വായിക്കണം. പിന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അടുത്തത് സി ആണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്. നിങ്ങൾ ടെക്സ്റ്റ് സി നോക്കിക്കേ. ടെക്സ്റ്റ് സീൽ കണ്ടോ? IHWMO NP ഒക്കെ ക്യാപിറ്റൽ ലെറ്റേഴ്സാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്തായാലും ചോദ്യത്തിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ടേക്ക് നമുക്ക് ജമ്പ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ സ്ട്രൈക്ക് ആവും. ചിലപ്പോൾ ഇതൊക്കെ ആൻസർ ആയിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് നിർബന്ധമായിട്ടും വായിക്കണം. പിന്നെയാണ് ലാസ്റ്റത്തെ സയൻസിന് ലാസ്റ്റ് എസെൻഷ്യൽ വേർഡ്സ്. എസെൻഷ്യൽ വേർഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോഴും സ്കിം ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ വേർഡും ലാസ്റ്റത്തെ വേർഡും എല്ലാ സെൻറ്റൻസിലും നമ്മൾ വായിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ടെക്സ്റ്റ് ചെയ്തെടുത്തെ ഫ്രാക്ചേഴ്സ് നമ്മൾ ഓൾറെഡി വായിച്ചു. അവിടെ നമുക്ക് വേണമെങ്കിൽ ആ ഒരു ബക്കിൾ ഓർ ബ്രേക്ക് വായിക്കാം. പിന്നെ ഏതിൽ വായിച്ചു? ക്ലോസ്ഡ് വായിച്ചു, ഇൻടാക്ട് വായിച്ചു, കോമ്പൗണ്ട് വായിച്ചു, ഓവർലേയിങ് സ്കിൻ വായിച്ചു, ഡിസ്ലൊക്കേഷൻ അത് വായിച്ചു, വേറെ ബോൺ വായിച്ചു, ദെൻ ഔട്ട്സൈഡ് ഹാൻഡ് വായിച്ചു, സ്പ്രെയിനീസ് പാർഷ്യൽ വായിച്ചു, ജോയിന്റ് വായിച്ചു. കണ്ടോ? അങ്ങനെ വായിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ഡി എടുത്തോളൂ. ടെക്സ്റ്റ് ഡിയിൽ നോക്കിയ ഇത് എന്താണ് എസെൻഷ്യൽ വേർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ബുള്ളറ്റിൻ പോയിന്റ്സിൻ്റെയും ആദ്യത്തെയും ലാസ്റ്റത്തെയും വേർഡ്സ് 1-2 വേർഡ്സ് വായിക്കാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒന്നാമത്തെ ബുള്ളറ്റ് പോയിന്റ് നോക്കുക. മെഷർ എ ലെങ്ത് ഓഫ് നോൺ കംപ്രഷൻ വായിച്ചു, ഡിസ്റ്റൽ ഫോറം വായിച്ചു, റാപ്പ് കോട്ടൺ പാഡിംഗ് വായിച്ചു, 50% ഓവർലാപ്പ് വായിച്ചു, മെഷർ എ ലെങ്ത് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വായിച്ചു, അത്രയും വായിക്കണ്ട, മെഷർ ഓഫ് ലെങ്ത് ഓഫ് സംതിങ് വായിച്ചു, തന്നെ സെയിം ലെങ്ത് വായിച്ചു. അങ്ങനെ വായിക്കണം. എസെൻഷ്യൽ വേർഡ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൻ്റെയും എൻഡിങ്ങിൻ്റെയും ആയിട്ടുള്ള വേർഡ്സുകൾ. ഇതാണ് സയൻസ്. അപ്പോൾ ഒന്നുകൂടെ ആവർത്തിക്കാം. സ്റ്റാർട്ടിംഗ് വേർഡ് ഓഫ് എ ടെക്സ്റ്റ്, കോളം ഹെഡിങ്, ഇൻട്രോ സെൻറ്റൻസ്, എംബ്ലം, നമ്പേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ്, എസെൻഷ്യൽ വേർഡ്സ്. സ്പീഡിൽ ഈ വേർഡ്സുകൾ, കീവേഡ്സുകൾ ഇൻട്രസ്റ്റോടെ മാർക്ക് ചെയ്ത് മെമ്മറൈസ് ആക്കുന്ന ഇൻ്റലിജൻറ്റ് ന്യൂ ഗെയിം ആണ് സ്കിമ്മിങ്. അപ്പം നിങ്ങൾ ഈ ഗെയിം എന്നുള്ള അപ്രോച്ചോടുകൂടി സ്കിമ്മിങ് ചെയ്യുവാണെങ്കിൽ, ഓ മൈ ഗാഡ്, ഇത് നമുക്ക് വളരെയധികം അല്ലേ, വളരെയധികം എന്താ പറയുന്നത്, പറയാൻ കഴിയും. നമ്മൾ ഉഷാറാണല്ലേ സ്കിമ്മിങ്. ഇതിപ്പോൾ വേറെ എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻസിപ്പിൾ ഏത് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. അതാണ് സയൻസ്. ഈ സയൻസ് നല്ല സ്ട്രോങ് സയൻസ് ആണ് കേട്ടോ. നല്ല സ്ട്രോങ് സയൻസ് ആണ്. അപ്പം നിങ്ങൾ സയൻസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസമാണല്ലോ അല്ലേ? സോ അപ്പോൾ നിങ്ങൾ ഈ സയൻസ് ഓഫ് സ്കിമ്മിങ് നിങ്ങൾ നന്നായിട്ട് ട്രസ്റ്റ് ചെയ്യുക. അത് കൃത്യമായിട്ട് എഴുതി പഠിക്കുക കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ സ്കിമ്മിങ് എന്താണെന്ന് ഞാൻ പഠിപ്പിച്ചു. അതേപോലെ തന്നെ സ്കിമ്മിങ് നിങ്ങൾക്ക് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോർമുല, ഗോൾഡൻ ഫോർമുലയാണ് ജീനിയസ് അക്കാഡമി നിങ്ങൾക്ക് ഒരുക്കുന്ന ഒരു ഗോൾഡൻ ഫോർമുലയാണ് സയൻസ് ഓഫ് സ്കിമ്മിങ്. ദാറ്റ് മീൻസ് സയൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ സാധാ നഴ്സിംഗ് കോളേജിൽ പഠിപ്പിച്ച സയൻസ് ഒന്നും പോരാ. റീഡിംഗ് പാസ്സാവാൻ ഈ സയൻസ് പഠിക്കണം. ഈ സയൻസ് പഠിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ ഫെയിലാവുന്നതിൻ്റെ ഒരു കാരണം. ഈ സയൻസ് പഠിച്ച് നിങ്ങളൊന്ന് സ്കിം ചെയ്ത് നോക്കുക. ഉഷാറായിരിക്കും. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ കോമെൻറ്റ് ചെയ്യാം. അപ്പം തീർച്ചയായിട്ടും നിങ്ങളിന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയും വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് ഇനിയും കാണാം കേട്ടോ. താങ്ക് യു ആൾ. സോ എങ്ങനെയുണ്ടായിരുന്ന വീഡിയോ? വളരെ ഹെൽപ്ഫുൾ അല്ലേ? ഇത്തരത്തിലുള്ള വീഡിയോസ് ജിനൂസ് അക്കാഡമിയുടെ ചാനലിൽ കൂടെ വീണ്ടും നമ്മൾ റിലീസ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ബിക്കോസ് ജിനൂസ് അക്കാഡമിക്ക് മുന്നോട്ട് പോകാനുള്ള എനർജി എന്ന് പറയുന്നത് സ്റ്റുഡൻസിൻ്റെ സപ്പോർട്ട് തന്നെയാണ്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.